മണ്ണിന്റെ ഗന്ധവും വൃക്ഷപ്പടർപ്പുകളുടെ തണലുമുള്ള പിരപ്പൻകാടിന്റെ ഈ ഒരു തുറന്ന വേദിയിൽ ഗുരുതുല്യരായ വ്യക്തിത്വങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഇടയിൽ നിൽക്കാൻ കഴിയുന്നത് ഭാരത് ഭവന്റെ പുണ്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വിത്തെറിയൽ ചടങ്ങ് മനോഹരമായ രീതിയിൽ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഗ്രീക്കിൽ നിന്ന് വന്ന ലൂസിയ കാപ്രിറ്റോ മറ്റൊരു തണൽ പടർപ്പിലേക്കുള്ള ആൽമരം പിരപ്പൻകാടിന്റെ മണ്ണിൽ നട്ട് കഴിഞ്ഞു. ഇനി സാംസ്കാരിക കൂട്ടായ്മയായി ഈ 65 ഏക്കറോളം സ്ഥലത്ത് ഇങ്ങനെ വിത്തെറിഞ്ഞ് ജൈവ കാർഷികതയുടെ നന്മയും കലയുടെ സാധ്യതകളും കാരുണ്യത്തിന്റെ തണലും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് തിയേറ്റർ ഓൺ ഫാർമേ. ഇവിടെ ഇതിൽ പങ്കെടുക്കുവാൻ ഉദ്ഘാടകനായി എത്തിച്ചേർന്നത് മലയാളത്തിന്റെ സാംസ്കാരിക തുടിപ്പുകളെയും മിടിപ്പുകളെയും എന്നും നെഞ്ചകത്ത് ചേർത്ത് വെച്ച് കേരളീയ കലകളെയും ഇന്ത്യൻ കലകളെയും ഒക്കെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് മാനവികതയ്ക്ക് വേണ്ടി നിലയുറപ്പോടെ നിൽക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി സാറാണ്. കൃഷ്ണമൂർത്തി സാറിന്റെ സാന്നിധ്യം ഈ ഒരു വിത്തെറിയലിന് വലിയ ഊർജം പകരുന്നുണ്ട്. കാരണം കേരളീയം എന്ന് പറയുന്ന പ്രോഗ്രാം നടന്ന സമയത്ത് കൃഷ്ണമൂർത്തി സാറ് അവിടെ ഒരു മീറ്റിംഗിൽ പറഞ്ഞതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. വലിയ സെലിബ്രിറ്റികളെ ആഘോഷിച്ച് വലിയ കാര്യങ്ങൾ വേദിയിൽ ചെയ്ത് നമ്മൾ പോകുന്നതിന് ഒപ്പം തന്നെ അതിന് സമമായോ അതിന് മുകളിലായോ സാധാരണ കലകൾ, പ്രാക്തന കലകൾ, നാടൻ കലകൾ, ഗോത്രകലകൾ, ഇതൊക്കെ ചെയ്യുന്ന ജെന്യൂൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്. അവർ ചെയ്യുന്ന സാധനകൾ, അവർ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ, കർഷകർക്കിടയിലുള്ള കലാരൂപങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മുടെ ഈ പിരപ്പൻകാടിലേക്ക് വരണമെന്നും ഇങ്ങനെ ഒരു വിത്തെറിയൽ ചടങ്ങിലേക്ക് നമ്മുടെ സാംസ്കാരിക ധാരകളെ, മണ്ണറിവുകളെ, മണ്ണുമര്യാദകളെയൊക്കെ തിരിച്ചറിയുന്ന ഒരു സാംസ്കാരിക നവപദ്ധതിയുടെ തുടക്കക്കാരനായി എത്തണം, ഉദ്ഘാടകനായി എത്തണമെന്ന് ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട സൂര്യാകൃഷ്ണമൂർത്തി സാറ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നമ്മുടെ സൗഭാഗ്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വേദിയിലുള്ള മറ്റൊരാൾ പ്രിയപ്പെട്ട അലിയാർ സാറാണ്. അലിയാർ സാറ് നാടക രംഗത്ത് നിന്ന്, നാടകത്തിന്റെ തട്ടകത്തിൽ നിന്നും പ്രൊഫസർ നരേന്ദ്രപ്രസാദ് സാറിന്റെ നാട്യഗൃഹം എന്ന് പറയുന്ന വേദിയിൽ പയറ്റി തെളിഞ്ഞാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അധ്യാപന യൂണിവേഴ്സിറ്റി കോളേജിലെ മാഷിന്റെ പഠിപ്പിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികൾ വലിയ ആവേശത്തോടു കൂടിയാണ് പറയാറുള്ളത്. അലിയാർ സാർ നമുക്കൊക്കെ തരുന്ന ഊർജം ചെറുതല്ല. നാടകരംഗത്ത് നിൽക്കുമ്പോൾ, ചലച്ചിത്ര രംഗത്ത് നിൽക്കുമ്പോൾ, വിഷ്വൽ മീഡിയ രംഗത്തൊക്കെ നിൽക്കുമ്പോൾ അതിൽ പുതിയ വഴികൾ വെട്ടുമ്പോഴുള്ള ക്രൈസിസുകളെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അലിയാർ സാറും അതുപോലെ തന്നെ നരേന്ദ്രപ്രസാദ് സാറിനൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഭരത് മുരളിയേട്ടനും ഒക്കെ നമുക്ക് തന്ന ഊർജം വളരെ വളരെ വലുതാണ്. അലിയാർ സാറാണ് ഇന്ന് ഇവിടെ നമ്മളിവിടെ ഈ വിത്ത് എറിയുന്നതിന് ഒപ്പം തന്നെ നാടകത്തിന്റെ വിത്തും ഇവിടെ വിതയ്ക്കുന്നുണ്ട്. എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന കലാരൂപമാണ് നാടകം. നാടകകല ലോകത്തും അതുപോലെ തന്നെ കേരളത്തിലും മനുഷ്യ മനസ്സുകളെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് നാടകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്ത് നാടകം ചെയ്യുമ്പോൾ അത് ഈ പശ്ചാത്തലത്തിനെ മുഴുവൻ ഉപയോഗിക്കുന്ന രീതിയിൽ ബലൂൺ ലൈറ്റിന്റെ ഒക്കെ സാധ്യതകളോടെ എൻവയോൺമെന്റ് തിയേറ്ററിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സാഹിത്യകാരൻ, കാർഷിക ജീവിതത്തെക്കുറിച്ച് ഉള്ളു തുറന്ന് എഴുതിയ പ്രിയപ്പെട്ട സാഹിത്യകാരൻ തകഴിയുടെ കൃഷിക്കാരൻ എന്ന് പറയുന്ന കഥയും രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കഥയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ പാടശേഖരങ്ങളിൽ ഇനിയിപ്പോ ഇവിടെ വിതയ്ക്കുന്ന വിത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും ഇനി പ്രിയപ്പെട്ട കർഷകർ പിരപ്പൻകാട് പാടശേഖര കമ്മിറ്റിയുടെയും സൗഹൃദ സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ 65 ഏക്കറോളം സ്ഥലത്ത് വിത്തെറിയും. ഇത് പതിയെ പച്ചപ്പണിയും പിന്നീട് കതിരണിയും പിന്നീട് നമ്മൾ അത് കൊയ്തെടുക്കുന്ന ദിവസം ഇന്ത്യയിലെ പല ഇടങ്ങളിൽ നിന്നുള്ള കാർഷിക കലാരൂപങ്ങൾ ഇവിടെ വിരുന്നെത്തും.
പല സംസ്ഥാനങ്ങളും കൃഷിയെയും മണ്ണിനെയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മണ്ണിൽ നിന്ന് നമുക്ക് അറിയുവാനും ചെയ്യുവാനുമുള്ളത് എന്ന് പുതുതലമുറയിലേക്ക് കൂടി എത്തിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോ ഇതിന്റെ നാടകരൂപത്തിന് മുന്നോടിയായി ഇന്നിവിടെ വിത്ത് എറിഞ്ഞതിന്റെ ഒപ്പം തന്നെ നമ്മളിവിടെ തകഴിയുടെ കൃഷിക്കാരൻ എന്ന് പറയുന്ന നാടകം, അതിന്റെ റീഡിംഗ്, അതിന് തുടക്കം ശബ്ദകലയുടെ ദേശീയ പുരസ്കാരം നേടിയ, ശബ്ദകലയ്ക്ക് ദേശീയ പുരസ്കാരം എന്ന് മാത്രമല്ല അഭിനയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ തിളങ്ങി നിൽക്കുന്ന അലിയാർ സാറാണ് നിർവഹിക്കുന്നത്. അലിയാർ സാറിന്റെ സാന്നിധ്യം നമുക്ക് മറ്റൊരു അനുഗ്രഹമാണ്. മറ്റൊരാൾ വേദിയിലുള്ളത് പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട മാഷാണ്. മലയാളം മിഷനെ ഇത്രത്തോളം സജീവതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ കാലം വേറെയുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. മുരുകൻ കാട്ടാക്കട മാഷ് നമ്മളെയും മണ്ണിനെ അറിയുന്നത് പോലെ അക്ഷരങ്ങളെ അതുപോലെ അറിഞ്ഞ് മണ്ണുമര്യാദകളെയും മണ്ണാടങ്ങളെയും ജീവിതത്തിന്റെ സത്യങ്ങളെയും ഒക്കെ കാവ്യാക്ഷരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്ന പ്രിയപ്പെട്ട കവിയാണ്, ഗാനരചയിതാവാണ്, സംഘാടകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. മാഷിന്റെ സാന്നിധ്യം നമുക്ക് എല്ലാ ഊർജവും പകരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ വേളയിൽ ഉണ്ട്. ഇവിടെ സ്വാഗത ഭാഷകന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പറയുന്നത്. ഉദ്ഘാടകൻ പ്രിയപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അലിയാർ സാറിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട മാഷെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ മറ്റൊരാൾ ലൂസിയ കാപ്രിറ്റോ ആണ്. ഗ്രീക്കിലെ ഒരു സാംസ്കാരിക പ്രവർത്തക. ഏറെ ആദരവോടെ ലൂസിയ കാപ്രിറ്റോയെ സ്വാഗതം ചെയ്യുന്നു. എത്ര കാതങ്ങൾക്ക് അകലെ നിന്നാണ് ലൂസിയ കാപ്രിറ്റോ മലയാളത്തിന്റെ മണ്ണിലേക്ക് നമ്മുടെ സംസ്കൃതിയെ അറിഞ്ഞ് അവിടെ വിത്തെറിയുമ്പോൾ ചളിയിലിറങ്ങുകയും ഇവിടെ ആൽമരം നടുന്ന സമയത്ത് അവിടെ മണ്ണ് വെട്ടി അതിനൊപ്പം അതിനെ കൂടെ ചേർത്ത് സ്നേഹത്തോടെ ആ സ്നേഹത്തിന്റെ തണൽമരം അവിടെ നടുന്ന സമയത്ത് നമ്മുടെ സംസ്കൃതിയോട് എത്ര അകലെയായാലും മനുഷ്യരൊന്നാണ്, മാനവികതയാണ് മനുഷ്യർ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന സ്നേഹസത്യം എന്ന് ഉയർത്തിക്കാട്ടുകയാണ് ലൂസിയ കാപ്രിറ്റോയുടെ സാന്നിധ്യം. വലിയ സന്തോഷം. താങ്ക് യു മാം ഫോർ യുവർ പ്രസൻസ്. വേദിയിലെ മറ്റൊരു വിശിഷ്ട വ്യക്തിത്വം ഡോക്ടർ വിന്ദുജ മേനോനാണ്. ചലച്ചിത്ര അഭിനേത്രി എന്നുള്ള രീതിയിൽ നമുക്കേറെ സുപരിചിതമായ മുഖം. അതോടൊപ്പം തന്നെ നൃത്തരംഗത്തെ അതുപോലെ ഉപാസിക്കുകയും അതിൽ ഗവേഷണ പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വിദേശത്ത് നൃത്ത വിദ്യാലയം നടത്തി ഒരുപാട് ആൾക്കാർക്കിടയിലേക്ക് മലയാളത്തിന്റെ നൃത്തരൂപങ്ങളെ വളരെ അക്കാഡമിക്കലായിട്ടും അതിൻ്റെ പാണ്ഡിത്യത്തോടും കൂടി എത്തിക്കുന്ന, മലേഷ്യയിൽ ഇപ്പോൾ ഒരു നൃത്ത വിദ്യാലയത്തിന്റെ ഡയറക്ടർ കൂടിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബിന്ദുജ മേനോനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അനിത ഷെയ്ഖാണ് വേദിയിലെ മറ്റൊരാൾ. സൂഫി സംഗീതത്തോടുള്ള അഭിനിവേശം കൊണ്ട് ദൂരെ പോയി അത് പഠിക്കുകയും അത്തരം ഘരാനകളിൽ നിന്ന് അത് സ്വായത്തമാക്കുകയും ഓ മാമ മാമ ചന്ദമാമ എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ പാട്ടിന് സംസ്ഥാന പുരസ്കാരം നേടിയ ഗായിക കൂടിയാണ് അനിത ഷെയ്ഖ്. സംഗീതജ്ഞയാണ്, വിവിധ ഭാഷകളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നിൽക്കുമ്പോഴും ചിലവർ ഒരു പരിധിക്കപ്പുറത്ത് സെലിബ്രിറ്റികളായി മാറുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴികൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാതെ അവർ വേറൊരു സ്ഥലത്തിലേക്ക് നിന്നു പോകാറുണ്ട്. അങ്ങനെ ആകാതിരിക്കുന്ന മനസ്സ് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് കലാകാരന്മാർ എന്നും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ
ഒക്കെ ചെയ്യാറുള്ളത്. സൂര്യകൃഷ്ണമൂർത്തി സാറൊക്കെ അത്തരം വലിയ സെലിബ്രിറ്റികളെയൊക്കെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാധാരണ കലാരൂപങ്ങൾക്കൊപ്പം സാധാരണക്കാർക്കൊപ്പം നിൽക്കാനുള്ള മനസ്സ് കാട്ടുന്ന ഒരാളാണ്. അതുപോലുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഗായിക സംഗീതജ്ഞ അനിത ഷെയ്ഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എം സുഭാഷ് കുറേ കാലമായി നമ്മുടെ പുരോഗമന ചിന്തകൾക്ക് ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കവിത എഴുതാറുണ്ട്. അദ്ദേഹം പ്രൊഫഷൻ വൈസ് ആയുർവേദ ഡോക്ടറാണ്. അതുമാത്രമല്ല വിവിധ കാര്യങ്ങളിൽ സംഘാടനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സുഭാഷ്, അദ്ദേഹം ലൂസിയ ക്യാപിറ്റലുമായിട്ട് സുഹൃത്തു കൂടിയാണ്. പ്രിയപ്പെട്ട സുഭാഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഇതിന് നമ്മൾക്ക് ഊർജം തന്നത് മലയാളത്തിന്റെ അക്ഷര പുണ്യമായ മാതൃഭൂമിയാണ്. മാതൃഭൂമി ജനകീയമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ശ്രേയംസ് കുമാർ സാറായാലും വീരേന്ദ്രകുമാർ സാറായാലും പരിസ്ഥിതിയെ ഇത്രമാത്രം സ്നേഹിച്ച് അതിനുവേണ്ടി ചെയ്ത മറ്റ് പത്രമാധ്യമങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അത്രമാത്രം മാതൃഭൂമി നമ്മുടെ സാധാരണ ജീവിതത്തോടും ഗ്രാമീണ ജീവിതത്തോടും മണ്ണിനോടും പ്രകൃതിയോടും ഒക്കെ ഇഴചേർന്ന് നിൽക്കുന്ന മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന മാധ്യമ സംഘമാണ്. മാതൃഭൂമിയെ പോലെ ഒരു വലിയ പത്ര സ്ഥാപനം നമ്മളുടെ ഒപ്പം ഇതിന് ഊർജം പകർന്നുകൊണ്ട് നിങ്ങൾ ഇതുവഴിയെ പോകണമെന്ന് ഗൈഡൻസും തന്നുകൊണ്ട് നമ്മുടെ ഭാരത് ഭവനൊപ്പവും പെരുമ്പമൺകാട് പാടശേഖര കമ്മിറ്റിക്കും സൗഹൃദ വേദിക്കും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു കരുത്താണ്, ശക്തിയാണ്. ഈ കരുത്തിന് മുന്നിൽ നിൽക്കുന്ന പലരുമുണ്ട്. ഇപ്പോൾ വേദിയിൽ ഇരിക്കാതെ ഇതിന്റെ പിന്നിൽ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട മഹേഷ് ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള മാർഗദീപം പകരുന്ന പ്രിയപ്പെട്ട പി അനിൽകുമാർ ഏട്ടനുണ്ട്. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടെങ്കിലും അനിലേട്ടനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്കൊരു കരുത്ത് പകരുന്ന വ്യക്തിത്വം. പ്രിയപ്പെട്ട പി അനിൽകുമാർ അവർകളെ മാതൃഭൂമി തിരുവനന്തപുരം ന്യൂസ് എഡിറ്ററെ സസ്നേഹം സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ മറ്റൊരു വ്യക്തിത്വം മോഹൻ കൊട്ടാരത്തുപറമ്പിലാണ്. ശില്പകലയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന വ്യക്തിത്വം. ഭാരത് ഭവന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ മോഹൻ കൊട്ടാരത്തുപറമ്പിൽ അവർകളെ സസ്നേഹം ക്ഷണിക്കുന്നു. ഡോക്ടർ റെജിയ CS ഭാരത് ഭവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും യൂണിവേഴ്സിറ്റിയിലെ അധ്യാപന ജോലിക്കൊപ്പം തന്നെ ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ റെജിയ CS. ഭാരത് ഭവന്റെ ജനറൽ കൗൺസിൽ അംഗം, യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപിക കൂടിയായ ഡോക്ടർ റെജിയ CS-നെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ സന്ധ്യ S നായരാണ് വേദിയിലെ മറ്റൊരു വ്യക്തിത്വം. സന്ധ്യ S നായരും യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയാണ്. ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം എല്ലാ രീതിയിലും സഹകരിച്ച് വളരെ സജീവമായി ഭാരത് ഭവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കുന്ന വ്യക്തിത്വമാണ്. ഡോക്ടർ സന്ധ്യ S നായർ ടീച്ചറെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൃഷി ഓഫീസർ, ഉദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർ, ഇവരുടെയൊക്കെ സഹകരണം കൂടാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ ഈ കൃഷിയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നമുക്ക് എല്ലാ രീതിയിലുമുള്ള സഹകരണവും നൽകുന്ന പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ലീന N മാമിനെ വേദിയിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ എടുത്ത് പറയാൻ അതൊടുവിൽ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഇതിനെ നിയന്ത്രിക്കുകയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സാബു VR. പാടശേഖര സമിതി എന്ന് പറയുന്ന ഒരു സംഘം, ഒരു സംഘടന ഇവിടെ കൃഷിയോടും മണ്ണിനോടും കാട്ടുന്ന അലിവും ആർദ്രതയും സ്നേഹവുമായി നിലകൊണ്ടതിന്റെ സാക്ഷ്യപത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്ന പച്ചപ്പണിയാൻ പോകുന്ന പാടശേഖരങ്ങൾ. ഇതിന്റെ പിന്നിൽ വിയർത്ത് അധ്വാനിക്കുന്ന വലിയ വ്യക്തിത്വം സാബു VR പാടശേഖര സമിതി പ്രസിഡന്റാണ്. അദ്ദേഹം ഇതിന് മുഖവുര പറയും. അദ്ദേഹത്തിന് അതുപോലെ തന്നെ വേദിയിൽ
നന്ദി പ്രകാശിപ്പിക്കുന്ന രതീഷ് രവീന്ദ്രൻ, സൗഹൃദ സംഘത്തിന്റെ ചെയർമാൻ. സൗഹൃദ സംഘവും പാടശേഖര സമിതിയുടെ കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ അതിന്റെ കൃത്യതയോടുകൂടി നിറവേറ്റുന്നത്. പ്രിയപ്പെട്ട രതീഷ് രവീന്ദ്രൻ അവർകളെയും അതുപോലെ തന്നെ സാബു VR അവർകളെയും വേദിയിലേക്ക് സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ചടങ്ങിന്റെ മുഖവുര പറയുന്നതിന് വേണ്ടി പാടശേഖര സമിതി പ്രസിഡന്റ് സർവാദരണീയനായ പ്രിയപ്പെട്ട സാബു VR എന്ന അധ്യാപകനെ, സാംസ്കാരിക പ്രവർത്തകനെ ക്ഷണിക്കുന്നു.